പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിൻ്റെ പടം കണ്ടോ, ഒരു എഞ്ചിന്, ഒരു ടയർ, ഒരു ബാറ്ററി. ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ എന്നാണ്, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, നമുക്കപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കാം. 5 കൊല്ലത്തേക്കുള്ള ആ ഒരു വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് റിജക്ഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ ഒരു ലൈവ് ഡെമോ ആയിട്ട് തന്നെ കാണിക്കാന്നല്ലേ? ഓക്കെ. നമ്മുടെ ടൊയോട്ടയും അതുപോലെ തന്നെ മാരുതിയും കൂടെ പാർട്ണർ ചെയ്ത സമയത്ത് ടൊയോട്ട അഡാപ്റ്റ് ചെയ്ത 2 നല്ല മോഡൽസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ മാരുതിയുടെ ബ്രസയും, രണ്ടെന്ന് പറയുന്നത് അവരുടെ ബലീനോ എന്ന് പറയുന്നത്. നമ്മുടെ ടൊയോട്ടയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് അർബൻ ക്രൂസറും അതുപോലെ തന്നെ ഗ്ലാൻസും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മോഡലാണ് ഈ 2 വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർബൻ ക്രൂസർ ഈ ഒരു മോഡൽ കമ്പനി ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2023 വരെ ഉണ്ടെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കിടക്കുന്ന മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ശരത്ത് കഴിഞ്ഞ ദിവസം സ്പിന്നിൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. സ്പിന്നി വീഡിയോ ചെയ്തപ്പം അവിടുന്ന് പോയി എടുത്ത മോഡലാണ് ഇത്. 2022 വേരിയൻ്റ് ZXi+, അതായത് ഏറ്റവും ടോപ്പിൻ്റെ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന മോഡലാണ്. 80 വേരിയൻ്റ് വരുന്നതാണ്. പെട്രോൾ, ഓഫ് കോഴ്സ് ഹൈബ്രിഡ് പെട്രോൾ വരുന്ന ആ ഒരു മോഡൽ. അപ്പോൾ ഇത് ഏതാണ്ട് 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2022-2023 മോഡലാണ്. കമ്പനി വാറണ്ടിയിലാണ് കിടക്കുന്നത്. ആശാൻ ഇത് 10 ലക്ഷം രൂപ താഴെ വണ്ടി അവനിറക്കി. അതായത് അത്രയും വാല്യൂ ഫോർ മണിയുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ കിടക്കുന്ന അർബൻ ക്രൂസർ, എസ്പെഷ്യലി ഈ ഒരു പ്രൈസ് റേഞ്ച് വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തുള്ള ബ്രൈഡ് മേക്കേഴ്സ് ഉണ്ടല്ലോ, കുറേ കാലങ്ങളായിട്ട് നല്ല രീതിയിൽ സെറാമിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇവനെ കൊണ്ട് കൊടുത്തിട്ട് അവരുടെ ഒരു ബോറോഫിൻ കോട്ടിങ് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഒരു സെറാമിക് സൺ ഫിലിം കൂടെ ഒട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതിൻ്റെ എക്സ്റ്റേണൽ ഡിസൈൻ ഫാക്ടേഴ്സ് ഒന്നും പറഞ്ഞ സമയങ്ങളുണ്ടല്ലോ. ഫ്രണ്ടിൽ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് മറ്റേ ഫുൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്രോമിൻ്റെ എക്സ്ട്രാ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഐ എം നോട്ട് എ ബിഗ് ഫാൻ. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴൊക്കെ ഒരു ക്രോം കാണാം. സൈഡിലൊരു ക്രോം ബീഡിങ് പോകുന്നുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇവൻ്റെ കീ വരുന്നത് കേട്ടോ. കീക്ക് ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു അലുമിനിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഓണർ നമ്മുടെ ശരത്. ഹായ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വണ്ടിക്കകത്തോട്ട് കയറാം. അപ്പോൾ ജസ്റ്റ് വണ്ടിക്കകത്തോട്ട് കയറുമ്പം നമ്മൾ മാരുതിയിൽ കാണുന്ന അതേ ഒരു കോക്പിറ്റ് തന്നെയാണ് ഇവന് വരുന്നത്. ബേസിക് സെയിം ആസ് ബ്രസ, പക്ഷേ അതിൻ്റെ ഇവിടുത്തെ ഈ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ചെറിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. പണ്ടത്തെ പോലെ പുതിയ പോലെ വലിയൊരു കോൺസെപ്റ്റ് അല്ല, ഒരു പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. AC ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ഇത് 80 ആട്ടോ, ടോർക്ക് കൺവേർട്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് നമുക്കിപ്പോൾ ലോവർ ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഈവൻ തേർഡ് ഗിയറിൽ തന്നെ ഇടാനുള്ളൊരു പ്രൊവിഷനും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഇവിടെ ദാണ്ട് ഒരു ചെറിയൊരു സോഫ്റ്റ് ടച്ച് ഓപ്പണിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ബ്രസയുടെ റിവ്യൂ ചെയ്തപ്പം ഭയങ്കരമായിട്ട് വീഡിയോസ് വൈറലായിരുന്നു. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഇത് ശരിക്കും ഒരു ഫാമിലി യൂസിന് പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പറ്റിയൊരു വെഹിക്കിളാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വണ്ടിക്കകത്ത് ചെറിയൊരു ഓർഡറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പെർഫ്യൂം ജസ്റ്റ് നമ്മളൊന്ന് സ്പ്രേ ചെയ്യും. ഇത് ലക്ഷറി കാർ പെർഫ്യൂമാണ്. നമുക്ക് ഈ ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് ഫ്രാഗ്രൻസും ഉണ്ട്, വെലാർ എന്ന് പറഞ്ഞ സ്ട്രോങ് ഫ്രാഗ്രൻസും ഉണ്ട്. diadrive.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഓഫേഴ്സിൽ അതിപ്പോൾ മേടിക്കാനുള്ളൊരു അവസരമുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ട വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. സിംഗിൾ ബട്ടൺ തന്നെ പുഷ് സ്റ്റാർട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 80 ആണ് കേട്ടോ, അതായത് ടോർക്ക് കൺവേർട്ടർ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇവിടെ പാർക്കുണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, 2 ഉണ്ട്, L ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബ്രൈഡ് മേക്കേഴ്സിലേക്ക് പോകുന്ന വഴിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു മൈലേജ്, ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റമാണ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആക്സലേഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോലും ഏതാണ്ട് 15 കിലോമീറ്റർ അടുത്ത് മൈലേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവൻ വരുന്ന വഴിക്ക് ഇവന് 16 കിലോമീറ്റർ ആവറേജ് കിട്ടിയെന്നാണ് പറഞ്ഞത്. അത് കിട്ടും ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ. നിങ്ങൾക്ക് ആ മോളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു എഞ്ചിൻ്റെ പടം കണ്ടോ, ഒരു എഞ്ചിന്, ഒരു ടയർ, ഒരു ബാറ്ററി. ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ ദാണ്ട് എഞ്ചിനാണ് റൺ ചെയ്യുന്നത്. ടയറിലേക്ക് നമ്മൾ ഫുള്ളൊരു പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ നമ്മൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തായിരുന്നേ. പക്ഷേ ഇപ്പോൾ ബാറ്ററി ഫുള്ളല്ലാത്തത് കൊണ്ട് ലൈക്ക് ഈവൻ സ്റ്റിൽ എഞ്ചിനാണ് റൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നോക്കിയാണ് ദാണ്ട് റീജൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ബാറ്ററിയിലേക്ക് തിരിച്ചു പോകുന്ന സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല യാത്രാസുഖമുണ്ട്. സ്പേഷ്യസ് ആണ് വെഹിക്കിൾ. ബാക്കിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, ഫ്രണ്ടിലാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ആ ഒരു രീതിയാണ്. പിന്നെ ഇതിൻ്റെ ഈ 80 ട്രാൻസ്മിഷൻ ഇവർ ഭയങ്കര സ്മാർട്ടായിട്ടാണ്, പണ്ടത്തെ ഈ വെഹിക്കിൾസൊക്കെ പോലെ തന്നെയാണ് ഇവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി റൺ ചെയ്യും. സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ്, ഡി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വേരിയേഷനുമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഈ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞതുണ്ടോ, തേർഡിൽ തന്നെ അവൻ ഹോൾഡ് ചെയ്ത് നിൽക്കും. തേർഡിന് മുകളിലേക്ക് പോകത്തില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ താണ്ടായ ഒരു പവർ ഫിഗേഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ
അവൻ റിയാക്ട് ചെയ്തോളും. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. അതായത് ലൈക്ക് അർബൻ ക്രൂസർ ഇപ്പോൾ ശരിക്കും നല്ലൊരു വാല്യൂ ഫോർ മണി ഡീൽ നമ്മൾ സ്പിന്നി കണ്ടുകൊണ്ട് ഞാൻ ശരത്തിനോട് എടുക്കാൻ പറഞ്ഞ അവൻ എടുത്താണ് അവൻ വണ്ടി നോക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ബ്രൈറ്റ് മേക്കേഴ്സ് കൊടുത്ത് അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ കണ്ട കോട്ടയത്ത് നമ്മുടെ ബ്രൈറ്റ് മേക്കേഴ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കൊടുക്കുവാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബോറോഫിൻ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ സേൾ മാർക്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? ഇതുണ്ടോ ഈ ഡോറിൻ്റെ അവിടെയൊക്കെ കുറേ സേൾ മാർക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ചൂടിനെ, ഇപ്പോൾ എന്ത് ചൂടാണെന്നറിയും, ഈ ചൂടിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെറാമിക്സ് ആൻഡ് ഫിലിം എന്നല്ലേ പറഞ്ഞാൽ. അപ്പം 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബ്രൈറ്റ് മേക്കേഴ്സിൽ എത്തിയിട്ടുണ്ട്. സോബിൻ ബ്രോ ഉണ്ടെന്ന് അറിയുന്നതാണ്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് കയറി കണ്ട് നോക്കാം. ഹായ്, നിങ്ങൾ പെട്ടെന്ന് എത്തി. നമുക്ക് വണ്ടി ഒന്ന് കണ്ടാലോ? ആ, വാവ്, നല്ല ഗ്ലോയിലാണ് കേട്ടോ വണ്ടി കിടക്കുന്നത്. കൊള്ളാം. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് വന്നേക്ക് നോക്കി. അപ്പോൾ ഇതിൽ ശരിക്കും ചെയ്തേക്കുന്ന ബോറോഫിൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൺഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പർ ഹീറ്റ് റിജക്ഷനൊക്കെ വരുന്ന സാധനം. അതിൻ്റെ ഒരു ഡെമോയും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സോളാർ പാനൽ, ഒരു ഫാൻ നമ്മൾ വെച്ചിട്ട് അത് കറങ്ങുന്ന സെറ്റപ്പൊക്കെയാണ്. അതിപ്പോൾ കാണാം. നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഗ്ലോ വരുന്നുണ്ട് കേട്ടോ ബോറോഫിൻ കോട്ടിങ്ങിൻ്റെ. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രൈറ്റ് മേക്കേഴ്സിൻ്റെ ഓണേഴ്സ് ഉണ്ട്. സോബിൻ ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ ആൽബി ബ്രോയും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ എന്ത് വർക്കാണ് ചെയ്തേക്കുന്നത് ഒന്ന് പറഞ്ഞു തരാം നമുക്ക്. നമ്മളിത് വണ്ടിയിൽ ബോറോഫിൻ്റെ 5 ഇയർ പാക്കേജാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 കൊല്ലം വരെ വാറണ്ടി നിൽക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയർലി ഓരോ സർവീസ് വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വരുന്നുണ്ട്. 5 കൊല്ലത്തേക്കും ഉണ്ട്. 5 തവണയും കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കിക്കൊണ്ട് എല്ലാ വർഷവും നമുക്ക് കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത്, അത് ശരിക്കും ഒരു നമ്മൾ കാശ് കൊടുത്ത് പോളിഷിംഗ് കൊടുക്കുന്ന പറഞ്ഞാൽ 5 കൊല്ലം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? 5 കൊല്ലത്തേക്കുള്ള ആ ഒരു വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇയർലി നമ്മൾ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൊള്ളാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ അലോയിലും അങ്ങനെ മൊത്തത്തിലാണ് വരുന്ന പാക്കേജ് ഒക്കെ അല്ലേ? അലോയ്, ഗ്ലാസ് ഏരിയ എല്ലാം നമ്മൾ ചെയ്യും. ഗ്ലാസ് ഉൾപ്പെടെ വരും. കോട്ടിംഗ് ഉണ്ടാവും, അലോയ് കോട്ടിംഗ് ഉണ്ടാവും, ഉണ്ട്. പ്ലാസ്റ്റിക് ഏരിയ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. ഇതും കുറച്ച് കാലം നിൽക്കും തോന്നുന്നു അല്ലേ? അതെ, പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയ. പിന്നെ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്ന 5 വർഷം വരെ വാറണ്ടി ഉള്ള ഒരു UK ബ്രാൻഡ് ട്രോറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ സൺഫിലിമാണ്. അത് 70% വണ്ടിയുടെ ഫ്രണ്ട്, സൈഡ് ആൻഡ് ബാക്കിൽ 70% ഹീറ്റ് റിജക്ഷനും പിന്നെ നമുക്ക് 99% ഇൻഫ്രാറെഡ് റിജക്ഷനും വരുന്ന സൺഫിലിമാണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അത് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് റിജക്ഷനൊക്കെ എങ്ങനെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ ഒരു ലൈവ് ഡെമോ ആയിട്ട് തന്നെ കാണിക്കാന്നല്ലേ? ഓക്കെ, ഇത് ഒരു UV ടോർച്ചാണ് വരുന്നത്. ഈ UV ടോർച്ച് അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന ഫിലിം ഒട്ടിച്ചിട്ടുണ്ടോ? ഇവിടെ ഫിലിം ഒട്ടിച്ചിട്ടില്ല. ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡിന്റെ ഫിലിമാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ ഷെയ്ഡ്സ് കാണാം. ഇത് ട്രോറോയുടെ 70% ആണ്. കാണാൻ പോലും അതിലൊന്നും കാണാം. ഇതാണ് നമ്മൾ വണ്ടിയിൽ ഒട്ടിച്ചേക്കുന്നത്. ഇതുപോലെ കേട്ടോ നമ്മുടെ മൊത്തം UV പാടുകൾ വീഴുന്നത്. ഇതിവിടെ എന്താ ഒരു ഫാനും ഒരു ലൈറ്റും ഒക്കെ വെച്ചേക്കുന്നത്? ഇതൊരു ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ് വരുന്നത്. നമ്മുടെ ഒരു ഫിലിം ഒട്ടിക്കാത്തൊരു പ്ലെയിൻ ഗ്ലാസ് ആണ്. അപ്പോൾ ചൂടടിച്ചിട്ടാണ് ഈ സോളാർ ആക്ടിവേറ്റഡ് ഫാൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ട്രോറോയുടെ ഒരു 50% ഫിലിമാണ്. ഈ ഫിലിം വരുമ്പോൾ തന്നെ ഫാൻ ഓഫ് ആവും. ഫാൻ അടിച്ചു പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഫാൻ അടിച്ചു പോയതല്ല. നമുക്കൊന്ന് തിരിച്ചു നോക്കിയേക്കാം. ആണ്ട് കിടന്ന് കിടക്കുന്നു. കൊള്ളാം. അത്രയധികം ഹീറ്റിൻ്റെ അകത്ത് റിജക്ഷൻസ് വരുന്നുണ്ടല്ലേ? അപ്പോൾ അതാണ് നമ്മൾ വണ്ടിയുടെ ഡെലിവറി എടുക്കുവാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മാത്രമുള്ള ഗിഫ്റ്റ് സബ്സ്ക്രൈബേഴ്സിനൊന്നും ഇല്ലേ? ഉറപ്പായിട്ടും ഡോക്ടർ ഡ്രൈവിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഉറപ്പായിട്ടും ഡിസ്കൗണ്ട് നമ്മൾ തരുന്നതായിരിക്കും.